ഇന്ന് നമ്മുടെ സഭയിൽ കാണുന്ന പല ദുരിതങ്ങൾക്കും കാരണം നമ്മൾ സുവിശേഷം പ്രഘോഷിക്കാത്തതാണ്. സുവിശേഷം പ്രഘോഷിക്കാത്ത സഭ മരിച്ച സഭയാണ്. ഒരു സഭ എന്ന നിലയ്ക്ക് സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ സഭയ്ക്ക് ദുരിതം. ഒരു രൂപത സുവിശേഷം പ്രസംഗിക്കുന്ന രൂപതയ്ക്ക് ദുരിതം. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കാത്തത് കൊണ്ട് നമ്മുടെ വൈദികരുടെ ബലം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസികളുടെ ബലം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഊർജം, നമ്മുടെ സമയം ഒന്നും നമ്മൾ സുവിശേഷം പ്രഘോഷിക്കാൻ ഉപയോഗിക്കാത്തത് കൊണ്ടും കൂടിയാണ് ഈ ദുരന്തം ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ റിസോഴ്സസ്, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ, നമ്മുടെ പണം, നമ്മുടെ സമയം നമ്മൾ ഒഴുക്കുന്നില്ല എങ്കിൽ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളുണ്ടാവും, അവിടെ ബുദ്ധിമുട്ടുകളുണ്ടാകും. വലിയ ദേവാലയമോ അല്ലെങ്കിൽ വളരെ മനോഹരമായ ഇതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ജനമുണ്ട്, പക്ഷെ ദേവാലയമില്ല. ചിലയിടത്ത് നമ്മൾ കാണുന്നത് മനോഹരമായ ദേവാലയമുണ്ട്, ദൈവജനം കുറഞ്ഞു വരുന്നു. ഞങ്ങളുടെ അവസ്ഥ തിരിച്ചാണ്. ഞങ്ങൾക്ക് ദൈവജനം ഉള്ളിടത്ത് പോലും ദേവാലയം ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. നമസ്കാരം. ആടുകളുടെ മണമുള്ള ഇടയൻ, ഈ വിശേഷണത്തിന് എന്തുകൊണ്ടും അനുയോജ്യനായ ആദിലാബാദ് രൂപതാധ്യക്ഷൻ മാർ പ്രിൻസ് ആന്റണി പണയങ്ങാടൻ പിതാവാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. പിതാവെ, സ്വാഗതം. പിതാവ് 2007 പൗരോഹിത്യം സ്വീകരിക്കുന്നത്. പിന്നീട് 2015 ആദിലാബാദ് രൂപതയുടെ 2ാമത്തെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. എനിക്ക് തോന്നുന്നു 39ാമത്തെ വയസ്സിലാണ് പിതാവ് മെത്രാൻ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ആദിലാബാദ് രൂപതയെ സംബന്ധിച്ചിടത്തോളം ഒരു മിഷൻ രൂപതയാണ്. ഒപ്പം കുന്നത്ത് പിതാവ് ഒരു പടുത്തുയർത്തിയ ഒരു അടിസ്ഥാനത്തിന്മേൽ രൂപതയെ വളർത്തുക എന്നൊരു ഭാരിച്ച ഉത്തരവാദിത്വം പിതാവിൻ്റെ മുമ്പിലുണ്ട്. ആ ഒരു ചെറുപ്രായത്തിൽ ഒരു മെത്രാൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ആശങ്ക പിതാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു? വാസ്തവത്തിൽ എനിക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നില്ല. കാരണം ദൈവാശ്രയമായിരുന്നു. ദൈവാശ്രയം ഉള്ളത് കൊണ്ട് എനിക്ക് ഭയമുണ്ടായിരുന്നില്ല. 2001 ഞാൻ ആദിലാബാദ് രൂപതയിൽ എത്തുന്നത്. അവിടെ എത്താനുള്ള കാരണം അതിനു മുമ്പുണ്ടായിരുന്ന പരിശീലനത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും രോഗം കാരണം പരിശീലനം ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കേണ്ടി വരികയും പഴയ സെമിനാരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആദിലാബാദിൽ ഞാൻ എത്തിയത് ദൈവത്തിൻ്റെ വലിയ പരിപാലനയാണെന്ന ഉത്തമമായ ബോധ്യം എനിക്കുണ്ടായിരുന്നു. 6 വർഷത്തെ പരിശീലനത്തിന് ശേഷം 2007 ഞാൻ വൈദികനായി. പിന്നീട് 2 മിഷൻ കേന്ദ്രങ്ങളിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. അവിടുത്തെ ജനത്തെ അറിയുവാൻ പരിശ്രമിച്ചു. അവിടുത്തെ കാര്യങ്ങളിൽ വ്യക്തിപരമായി ഇടപെടാൻ പരിശ്രമിച്ചു. പ്രത്യേകിച്ചും ഭാഷ പഠിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും ഞാൻ പരിശ്രമിച്ചു. അതിൽ വലിയ ഒരു ദൈവിക പരിപാലനം ഞാൻ അനുഭവിച്ചു. അപ്പോൾ എന്നെ നയിക്കുന്നത് ദൈവമാണെന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു. 1994 ഞാൻ സെമിനാറിൽ ചേർന്നത്. അന്ന് ആദിലാബാദ് രൂപതയില്ല. ആദിലാബാദ് രൂപത ഉണ്ടായിരുന്ന 1999. അപ്പോൾ ഞാൻ ആദിലാബാദ് രൂപതയിൽ എത്താനുള്ള വഴി ഇത് തന്നെയായിരുന്നു. അപ്പോൾ തമ്പുരാൻ എന്നെ അങ്ങനെ എത്തിച്ചതാണെന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ട് ഇങ്ങനൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ സാധാരണ എല്ലാം സ്വീകരിക്കുന്ന പ്രകൃതക്കാരനാണ്. അങ്ങനെ ഞാൻ സ്വീകരിച്ചു. പക്ഷേ എൻ്റെ കഴിവിൽ ആശ്രയിച്ചല്ല, ദൈവത്തിൽ ആശ്രയിച്ചാണ് ഞാൻ സ്വീകരിച്ചത്. ആ ദൈവാശ്രയബോധവും ദൈവമാണ് എന്നെ വഴി നടത്തുന്നുള്ള വിശ്വാസമാണ് എനിക്ക് ആശങ്കയും ഭയമില്ലാതെ ശുശ്രൂഷ ആരംഭിക്കാൻ സഹായകമായതെന്ന് ഞാൻ കരുതുന്നു. ഒപ്പം പിതാവിൻ്റെ പല ടോക്കുകളിലും ഈ പൗരോഹിത്യ ശുശ്രൂഷയോട് വലിയൊരു തീക്ഷ്ണത പിതാവിൻ്റെ പല ടോക്കുകളിൽ നിന്നും ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ദൈവവിളി സ്വീകരണവുമായി ബന്ധപ്പെട്ട് പിതാവിൻ്റെ ദൈവവിളി സ്വീകരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രത്യേക സാഹചര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ ഒരു ഇൻഫ്ലുവൻസോ അങ്ങനെ ഏതെങ്കിലും പിതാവിനെ നയിച്ചിട്ടുണ്ടോ? കൃത്യമായ ഒരു സംഭവം എനിക്ക് എടുത്തു പറയാനില്ല. ഞാൻ അൾത്താർ ശുശ്രൂഷകനായിരുന്നു എൻ്റെ ഇടവകയിൽ. ആ അൾത്താർ ശുശ്രൂഷയാണ് എന്നെ അൾത്താരയിലേക്ക് ആകർഷിച്ചത് എന്നെനിക്ക് പറയാൻ സാധിക്കും. ആ അൾത്താരയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് അൾത്താര ഒന്ന് തൊടാൻ, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ പാത്രം ഒന്ന് തൊടാൻ, അങ്ങനെയൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ശുശ്രൂഷയാണ് എന്നെ അൾത്താരയിലേക്ക് നയിക്കുന്നത് എനിക്ക് പൊതുവായിട്ട് പറയാൻ സാധിക്കും. പിന്നെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അപ്പൻ്റെ അനിയൻ വൈദികനായിരുന്നു. അതുപോലെ അമ്മയുടെ കുടുംബത്തിൽ അമ്മയുടെ അച്ഛനും വൈദികരായിരുന്നു. അവരുടെ 2 പേരുടെയും മാതൃകകൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുർബാനയ്ക്ക് കൂടിയിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഞങ്ങളുടെ വികാരിയച്ഛൻ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് എനിക്ക് പ്രചോദനം നൽകിയത്. പക്ഷെ കൃത്യമായിട്ട് ഒരു സംഭവം പറയുവാനോ ഒരു കാരണം പറയാനോ എനിക്കില്ല. പൊതുവായിട്ട് അൾത്താര ശുശ്രൂഷയ്ക്ക് പോയതാണ് പിന്നീട് അൾത്താരയിലേക്ക് നടന്നെടുക്കുവാൻ എനിക്ക് പ്രചോദനമായതെന്ന് ഞാൻ കരുതുന്നു.
ഒപ്പം പിതാവെ ആദിലാബാദ് രൂപതയെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ ഒരു പ്രവർത്തന ശൈലി ഒരു പീപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇവാഞ്ചലൈസേഷനാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇവാഞ്ചലൈസേഷനേക്കാൾ അപ്പുറം പീപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇവാഞ്ചലൈസേഷൻ. എന്തുകൊണ്ടാണ് അത്തരൊരു ശൈലി പിതാവ് സ്വീകരിച്ചത്? ജനങ്ങളെ കേന്ദ്രീകരിച്ച ഉള്ള സുവിശേഷ പ്രവർത്തനമാണ് യഥാർത്ഥ സുവിശേഷ പ്രവർത്തനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലപ്പോഴും സ്ഥാപനങ്ങൾ നമ്മൾ തുടക്കത്തിൽ നല്ല ഉദ്ദേശത്തോടുകൂടി തുടങ്ങുകയും കുറേ നാളുകൾ കഴിയുമ്പോൾ ഈ സ്ഥാപനങ്ങൾ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതായിട്ടും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്ഥാപനങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കാതെ ജനാഭിമുഖമായ ജനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സുവിശേഷ പ്രവർത്തനമാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. അതിന് എനിക്ക് പ്രചോദനമായി നിൽക്കുന്നതും ഈശോയുടെ രീതി തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 23-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നത്, ഈശോ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അത് തന്നെ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈശോ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. അപ്പോൾ ചുറ്റി സഞ്ചരിക്കുന്ന ഈശോ എന്നുള്ളൊരു സങ്കല്പം എൻ്റെ മനസ്സിലുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ചുറ്റി സഞ്ചരിക്കുന്ന ഈശോ, ജനങ്ങളുടെ ഇടയിൽ ചുറ്റി സഞ്ചരിച്ച് ജനങ്ങളുമായി ബന്ധം പുലർത്തിക്കൊണ്ടാണ് ഈശോ സുവിശേഷം പ്രസംഗിച്ചത്. അതുകൊണ്ട് പള്ളിമുറിയിൽ നിന്നോ അല്ലെങ്കിൽ ആൾത്താരിൽ നിന്നോ മാത്രം സുവിശേഷം പ്രസംഗിച്ച് ജനത്തെ സ്വാധീനിക്കാൻ പരിശ്രമിക്കുന്നതിനേക്കാൾ ഉപരിയായി ജനമധ്യത്തിൽ ഇറങ്ങി നിന്ന് ജനങ്ങളുടെ കൂടെ ചുറ്റി സഞ്ചരിച്ച് അലഞ്ഞു തിരിഞ്ഞ് ഗ്രാമങ്ങളിൽ നടന്ന് സുവിശേഷം പ്രഘോഷിക്കണം. അതാണ് ഏറ്റവും ഫലപ്രദമായ രീതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് എനിക്ക് ഇങ്ങനെ ഒരു രീതി പിന്തുടരാനായിട്ട് കിട്ടിയ പ്രചോദനം, സുവിശേഷത്തിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനമാണത്. ഒപ്പം പിതാവ് ആദിലാബാദ് രൂപതയെ സംബന്ധിച്ചിടത്തോളം ഒരു ജിയോഗ്രഫിക്കലി നോക്കുമ്പോൾ 4ഓളം ജില്ലകളുണ്ട്. ഏകദേശം 24 ലക്ഷത്തോളം ജനസംഖ്യ, അതിൽ 27 ലക്ഷത്തോളം, 20,000 താഴെ മാത്രമാണ് കത്തോലിക്ക ജനസംഖ്യ. ഏതെല്ലാം പ്രതിസന്ധികളാണ് പിതാവ് ഈ മിഷൻ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രൂപതയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? വാസ്തവത്തിൽ ഞങ്ങൾക്ക് 4 ജില്ലകളുണ്ട്. 16,210 ചതുരശ്ര കിലോമീറ്ററാണ്. 1,721 ഗ്രാമപഞ്ചായത്തുകൾ ഈ 4 ജില്ലകളിലായിട്ടുണ്ട്. നമ്മൾ ഇതുവരെ സജീവമായ സുവിശേഷ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഏകദേശം 250 ഗ്രാമപഞ്ചായത്തുകളാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 1,500 ഗ്രാമപഞ്ചായത്തുകളിൽ നമുക്ക് ശക്തമായ സുവിശേഷ പ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടില്ല. വാസ്തവത്തിൽ പറയുകയാണെങ്കിൽ ആദിലാബാദ് രൂപത സുവിശേഷ പ്രവർത്തനത്തിന് വളരെ അനുകൂലമായ ഒരു സ്ഥലമാണ്. പലപ്പോഴും സുവിശേഷ പ്രവർത്തനത്തിന് പ്രതിബന്ധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വിലപിക്കാറുണ്ട്. പക്ഷേ ഏത് പ്രതിബന്ധങ്ങൾക്കിടയിലും അനുകൂലമായൊരു സാഹചര്യം കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഭാരതത്തിൽ ഇനിയും സുവിശേഷ പ്രവർത്തനം നടക്കും. മറ്റ് പല രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഇന്നും സുവിശേഷ പ്രവർത്തനം നടത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. ഇനി ആദിലാബാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദിലാബാദിലെ ജനം സുവിശേഷം കേൾക്കാൻ തയ്യാറാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് നമ്മുടെ വചനമല്ല, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ദൈവത്തിന് ഈ ജനത്തെക്കുറിച്ച് വലിയൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം നിറവേറ്റാൻ നമ്മൾ സഹകരിക്കുകയാണ് വേണ്ടത്. നമ്മൾ ഇത് നമ്മുടെ വചനമാണെന്നും നമ്മുടെ പ്രവർത്തനമാണെന്നും കരുതുമ്പോഴാണ് എന്തെങ്കിലും ചെറിയ എതിർപ്പ് വരുമ്പോൾ അത് തടസ്സപ്പെട്ടല്ലോ എന്നുള്ളത്. ഈ തടസ്സത്തെ അതിജീവിക്കുവാൻ കർത്താവിന് സാധിക്കും. കാരണം ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, ഇത് കർത്താവിൻ്റെ വചനമാണ്. അപ്പം ഞാൻ ആദിലാബാദിൽ സുവിശേഷ പ്രവർത്തനത്തിന് കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനത്തിലുണ്ടാകുന്ന എതിർപ്പുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭീഷണിയൊന്നുമല്ല. അതൊന്നും ഇതിനെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് സുവിശേഷ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകും. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത്, ഒന്ന് സാമ്പത്തിക പ്രതിസന്ധി. ഞങ്ങളുടെ ജനം വളരെ പാവപ്പെട്ടവരാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ചില ഭാഗങ്ങളിൽ ഒന്നാണ് ഈ ആദിലാബാദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടുത്തെ ജനം പിന്നാക്കം നിൽക്കുന്നവരാണ്, സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും. അപ്പോൾ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് സുവിശേഷം മാത്രം പ്രവർത്തിച്ചാൽ പോരാ, അവരുടെ ദൈനംദിന ആവശ്യങ്ങളോടും നമ്മൾ ക്രിയാത്മകമായിട്ട് പ്രതികരിക്കണം. അവരുടെ കണ്ണീര് കാണുമ്പോൾ നമുക്ക് അത് കാണാതിരിക്കാൻ സാധിക്കില്ല. അവരുടെ മുറിവുകൾ കാണുമ്പോൾ, അവരുടെ രോഗങ്ങൾ കാണുമ്പോൾ. അപ്പോൾ അതിനോടൊക്കെ ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തിക ചെലവുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക പരാധീനതയാണ് ഞങ്ങളുടെ സുവിശേഷ പ്രവർത്തനത്തിന് ഏറ്റവും തടസ്സമായിട്ട് നിൽക്കുന്നത്. പിന്നെയുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അകലം. വലിയ ഒരു പ്രദേശമായതുകൊണ്ട് യാത്ര വലിയ ഒരു വെല്ലുവിളിയാണ്. ഈ 4 ജില്ലകൾ പിതാവ് പറഞ്ഞല്ലോ, ഈ ജില്ലകൾ നമ്മുടെ കേരളത്തെ ജില്ലകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയൊരു വിസ്തീർണമുള്ള ജില്ലകളല്ല. ജില്ലകളൊക്കെ കേരളത്തിലെ ജില്ലകളെക്കാളൊക്കെ ഒത്തിരി വലുതാണ്, വലിയ ജില്ലകളാണ്. കേരളത്തിൽ 2-3
ജില്ല കൂടിയതായിരിക്കും ഒരു ജില്ല, അല്ലെങ്കിൽ 2 ജില്ലയെങ്കിലും കാണും കേരളത്തിൽ, അവിടുത്തെ ഒരു ജില്ല അത്രയും വലുപ്പമുള്ളതാണ്. അപ്പോൾ ഒരു ഗ്രാമത്തിൽ പോകണമെങ്കിൽ ചിലപ്പോൾ 150 കിലോമീറ്റർ 200 കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്യണം. അപ്പോൾ 200 കിലോമീറ്റർ 150 കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്തിട്ട് നമ്മൾ കാണാൻ പോകുന്നത് 5-10 പേരെ ആയിരിക്കാം, അല്ലെങ്കിൽ 10-12 വീട്ടുകാരെ ആയിരിക്കാം. അത്രയും പേരെ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ദീർഘമായ യാത്ര, കഠിനമായ പരിശ്രമം, അത് നമ്മുടെ ഒരു വെല്ലുവിളിയാണ്. ഇതല്ലാതെ ഒരു വെല്ലുവിളി അവിടെ വാസ്തവത്തിൽ ഇല്ല. ഇനി എല്ലാവരും വഴിയരികിൽ നിന്ന് സുവിശേഷം പറയും എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന അവസ്ഥയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ അധ്വാനിക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ ഇന്നും സുവിശേഷ പ്രവർത്തനം അവിടെ നടക്കും. അപ്പോൾ ഞങ്ങൾക്ക് മിഷണറിമാർ വേണം. മിഷണറിമാർ കുറവാണ്. കേരളത്തിൽ നിന്നോ ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നോ കൂടുതൽ മിഷണറിമാർ ഈ പ്രദേശത്തേക്ക് വരികയും ഈ മിഷണറിമാർ ശക്തമായിട്ട് അവിടെ പ്രഘോഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇനിയും അവിടെ സുവിശേഷം പ്രചരിപ്പിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വെല്ലുവിളി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മിഷണറിമാരുടെ കുറവും സാമ്പത്തിക പരാധീനതയുമാണെന്ന് പറയാൻ സാധിക്കും. പിതാവ് നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓറിയന്റഡ് ഇവാഞ്ചലൈസേഷനേക്കാൾ അപ്പുറം പീപ്പിൾ ഓറിയന്റഡ് ഇവാഞ്ചലൈസേഷൻ. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തികമായി വലിയ രീതിയിലൊരു പ്രതിസന്ധിയൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് ദൈവം നടത്തിയ ഏതെങ്കിലും പരിപാലനയുടെ അനുഭവങ്ങൾ പിതാവിന് പങ്കുവയ്ക്കാനുണ്ടോ? എനിക്കൊരു വളരെ വലിയൊരു അനുഭവം പറയാനുണ്ട്. ഞങ്ങൾക്ക് രൂപതയിൽ നിന്ന് തന്നെ വരുമാനമുള്ള സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ഇല്ല. കുറച്ച് സ്കൂളുകളുണ്ട്, പക്ഷേ സ്കൂളുകൾ വരുമാനം നൽകുന്ന ഒരവസ്ഥയിലേക്ക് ആയിട്ടില്ല. പുതിയ സ്കൂളുകളാണ്. ആ സ്കൂളുകളുടെ പ്രാരാബ്ദങ്ങൾ തീർന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന സംഭാവന കൊണ്ടാണ് സുവിശേഷ പ്രവർത്തനം നടത്തുന്നത്. അത് തമ്പുരാൻ വഴി നടത്തും എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. ഒരു ചെറിയ സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു 3-4 വർഷം മുമ്പ് ഞങ്ങളുടെ ഒരു സുവിശേഷ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിനായിട്ട് 1 ലക്ഷം രൂപ ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അക്കൗണ്ടിൽ നോക്കിയപ്പോൾ ഒറ്റ പൈസ ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ 0 ആയിരുന്നു രൂപതയുടെ അക്കൗണ്ട്. ചിലപ്പോൾ മറ്റുള്ളവർ വിശ്വസിക്കില്ലായിരിക്കും, പക്ഷേ ഞങ്ങളുടെ രൂപത അക്കൗണ്ട് 0 ആയിരുന്നു. അപ്പം ഞങ്ങൾ ഓരോ ദിവസവും ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുമായിരുന്നു. കൺവെൻഷൻ നടത്തണമെങ്കിൽ പൈസ വേണം. അപ്പോൾ ഞാൻ എപ്പോഴും പ്രൊക്കുറേറ്ററച്ചനോട് ചോദിക്കും, പൈസ വല്ലവരും തന്നോ? ഇല്ല, അങ്ങനെ പറയും. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരു പോൾസൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 1 ലക്ഷം രൂപ ഈ അക്കൗണ്ടിലേക്ക് ഇട്ടു. പോൾസൺ വല്ലപ്പോഴൊക്കെ 10,000 രൂപ തരാറുള്ള ആളാണ്. അന്ന് 1 ലക്ഷം രൂപ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു, സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി കർത്താവ് വഴിയൊരുക്കിയതെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് രാത്രി പോൾസൺ വിളിച്ചിട്ട് പറഞ്ഞു, പിതാവേ, എനിക്കൊരു തെറ്റുപറ്റി. ഞാൻ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ 10,000-ന് പകരം ഒരു 0 കൂടി പോയി 1 ലക്ഷം ആയതാണ്. ഞാൻ 10,000 രൂപ തരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 90,000 രൂപ തിരിച്ചയക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തിരിച്ചയക്കാം. അപ്പോൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും ഞാൻ പറഞ്ഞില്ല. പോൾസൺ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞു. അന്ന് രാത്രി പോൾസൺ അയച്ചില്ല. പിറ്റേ ദിവസം പോൾസൺ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിതാവേ, ഞാനൊരു കച്ചവടക്കാരനാണ്. ഇന്ന് വരെ എനിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു 0 കൂടുകയോ കുറയോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പൈസ എനിക്ക് വേണ്ട, തിരിച്ചയക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വാസ്തവത്തിൽ പോൾസനോട് പറഞ്ഞു, ഞങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു, 1 ലക്ഷം രൂപയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പോൾസൺ പറഞ്ഞു, എനിക്കത് മനസ്സിലായി, കർത്താവിനോട് പറഞ്ഞു ആ പൈസ തിരിച്ചു മേടിക്കേണ്ടെന്ന് പറഞ്ഞു, ആ പൈസ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് വളരെ വ്യക്തമായി ഇത് തമ്പുരാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തിയാണ്, തമ്പുരാൻ്റെ പ്രവർത്തനത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാകില്ലെന്ന്. ഇന്നും ഞങ്ങൾക്ക് നല്ല ഞെരുക്കമുണ്ട്, നല്ല പ്രയാസമുണ്ട്. പക്ഷേ ആരെങ്കിലുമൊക്കെ വഴി കർത്താവ് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തമ്പുരാൻ്റെ പ്രവർത്തനമാണെന്നും തമ്പുരാൻ ഇത് കൊണ്ടുപോകുന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഒപ്പം പിതാവെ, പ്രത്യേകിച്ച് ആദിലാബാദ് രൂപതയിലെ കത്തോലിക്കര് പ്രവാസികളല്ല ശരിക്കും കേരളത്തിൽ. മിഷൻ രൂപതകളിൽ പ്രവാസികളായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അതിൽ തന്നെ നമ്മൾ നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയല്ലേ ഇവരുടെ ഒരു വിശ്വാസ പരിശീലനം. ഇവര് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ കൊടുക്കേണ്ട ഒരു വിശ്വാസ പരിശീലനമുണ്ട്, പിന്നീട് തുടർന്നു കൊണ്ടുപോകേണ്ട ഒരു വിശ്വാസ പരിശീലനമുണ്ട്. ആ മേഖലയിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി നാം നേരിടും? നമുക്ക് പല വെല്ലുവിളികളുണ്ട്. നമ്മുടെ കൂടെ വന്നിട്ടുള്ള പല വിശ്വാസികൾ ബഹുഭൂരിപക്ഷവും ദളിത് വിഭാഗങ്ങളിലൊക്കെ പെടുന്നവരാണ്. അപ്പോൾ അവർ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ അവർ അല്പം വിവേചനം അവരുടെ ഗ്രാമങ്ങളിൽ നേരിടുന്നുണ്ട്. ഇനി സർക്കാരിൻ്റെ മുമ്പിൽ അവർ യഥാർത്ഥത്തിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദളിത് ആനുകൂല്യങ്ങൾ മുഴുവനും നഷ്ടപ്പെടും. അപ്പോൾ അവർക്ക് വിശ്വാസം സ്വീകരിക്കണമെന്നുണ്ട്, അതേസമയം വലിയ ഒരു സാമ്പത്തിക
നഷ്ടം അല്ലെങ്കിൽ ഈ ആനുകൂല്യങ്ങളുടെ നഷ്ടം അവർക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പം അതിന് പകരം അത് മുഴുവനും രൂപതയ്ക്ക് ഏറ്റെടുക്കാനും സാധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഒരല്പം സംഘർഷം എപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പഴയ ആചാരങ്ങൾ, പഴയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവർക്ക് ചില വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ വിശ്വാസ വഴികളിലുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്, ഇവർ വന്ന ഉടനെ തന്നെ എന്തെങ്കിലും ഒരു ദുരന്തം അവരുടെ വീട്ടിൽ സംഭവിക്കുന്നു, എന്തെങ്കിലും ഒരു രോഗം വരുന്നു, ഉടനെ തന്നെ അവർ ദൈവകോപമാണെന്നും അങ്ങനെയൊക്കെ ഒരു ചിന്തയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അല്ലാത്ത പക്ഷം സാധാരണ രീതിയിൽ വിശ്വാസത്തോടു കൂടി വരുന്ന മനുഷ്യർ വളരെ തുറവയുള്ളവരാണ്. ദൈവം വലിയ കാര്യങ്ങൾ അവരിലൂടെ ചെയ്യുന്നുണ്ട്. വിശ്വാസത്തോട് വലിയ താല്പര്യമുള്ളവരാണ്. പൊതുവെ ആധ്യാത്മിക ചിന്ത കൂടുതലുള്ള മനുഷ്യരായിട്ടാണ് എനിക്ക് അവർ തോന്നിയിരിക്കുന്നത്. ഇവർ സാധാരണക്കാരാണ്, ഇവരോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് കരുതി പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി അവർ മനസ്സിലാക്കുകയും അതിൻ്റെ അപ്പുറത്ത് എത്തുകയും അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ദൈവജനത്തിൽ നിന്നാണ് എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തിയിട്ടുള്ളത്. എന്നേക്കാൾ വിശ്വാസമുള്ള ദൈവജനമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തുന്ന സമയത്ത്, വചനപ്രഘോഷണം നടത്തുന്ന സമയത്ത് ദൈവജനത്തിൻ്റെ കണ്ണിൽ ഞാൻ കണ്ണീര് കണ്ടിട്ടുണ്ട്. ആ കണ്ണീര്, ദൈവജനത്തിൻ്റെ കണ്ണിലെ കണ്ണീര് എന്നെ വളരെയധികം വിശ്വാസത്തിൽ വളർത്തിയിട്ടുണ്ട്. അതുപോലെ ദൈവവചനത്തോട് അവർ കാണിക്കുന്ന വലിയ ആഭിമുഖ്യം. വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ വായിക്കാൻ അറിയാവുന്ന എല്ലാവരും ബൈബിൾ കൊണ്ടുവരും. എന്നിട്ട് ഒന്നാമത്തെ വായനയും രണ്ടാമത്തെ വായനയും സുവിശേഷ വായനയും അവരൊപ്പം വായിക്കും. ഈ സുവിശേഷത്തോട് അത്രയും ദാഹമുള്ള ഒരു ജനമാണ്. അതുപോലെ നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ദൈവവചനമായി വന്ന് ദൈവവചനം നോക്കിയിരുന്ന് സുവിശേഷം കേൾക്കുന്നവരാണ്. മറ്റു പലയിടത്തും സുവിശേഷം പ്രഘോഷിക്കാൻ പോകുമ്പോൾ ആൾക്കാരൊക്കെ ക്ലോക്കിൽ നോക്കിയിരിക്കുന്നതാണ് കാണുന്നത്. പക്ഷേ ഞങ്ങളുടെ രൂപതയിൽ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ആൾക്കാർ ബൈബിളിൽ നോക്കിയാണ് ഇരിക്കുന്നത്. അത് അവരുടെ വലിയ വിശ്വാസ തീക്ഷ്ണതയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്നെ വ്യക്തിപരമായിട്ട് വളർത്തിയിട്ടുണ്ട്. അവരുടെ വിശ്വാസ പരിശീലനത്തിൽ ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ആധ്യാത്മിക ചിന്തയുള്ളവരാണ് അവർ. പിതാവ്, അതോടൊപ്പം ഈ മിഷൻ മേഖലകളിൽ കാണുന്ന മറ്റൊരു ഒരു വിവാദ വിഷയം എന്നൊക്കെ നമുക്ക് പറയാം, ഈ സാംസ്കാരിക അനുരൂപണം. അത് പലപ്പോഴും ഒരു അന്ധമായൊരു അനുകരണമായി തീരുന്നുണ്ട്. പ്രത്യേകിച്ച് സുവിശേഷത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുവാൻ ഈ സാംസ്കാരിക അനുരൂപണം ഒരു അന്ധമായൊരു അനുകരണത്തിലേക്ക് മാറുന്നുണ്ടോ പിതാവിന്? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അനുകരണം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. വാസ്തവത്തിൽ അവരുടെ സംസ്കാരത്തിൽ തന്നെ കാണുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് എന്ന് പറയുന്നതിനേക്കാൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഞങ്ങൾ പറയുന്നത് എന്ന് പറയുന്നതാണ് സുവിശേഷ പ്രവർത്തനത്തിന് കൂടുതൽ സഹായിക്കുക എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ച ഈ സന്തോഷം, സമാധാനം, അല്ലെങ്കിൽ നിങ്ങളുടെ ആധ്യാത്മികത, ഇതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്ന് നിങ്ങൾക്ക് തരാനുണ്ട് എന്ന് പറയുന്നതാണ് അവരെ ആകർഷിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തന്നെ ഞങ്ങളും ചെയ്യുന്നു, വേറെ രീതിയിൽ ചെയ്യുന്നു, വേറെ പേര് അല്ലെങ്കിൽ വേറെ അർത്ഥം എന്ന് പറയുന്നതൊന്നും അവരെ കാര്യമായിട്ട് ബാധിക്കാറില്ല, അല്ലെങ്കിൽ സ്വാധീനിക്കാറില്ല, ആകർഷിക്കാറില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങളുടെ രൂപതയിൽ ഞങ്ങളുടെ മിഷണറിമാർ ഈ അന്ധമായ അനുകരണത്തിന് പോകാത്തവരാണ്. വളരെ ശക്തമായിട്ട് ക്രിസ്തുവിൻ്റെ വ്യത്യസ്തതയെക്കുറിച്ച് പറയുന്ന മിഷൻ ശൈലിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതാണ് ശരിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം അവർ ഇപ്പോൾ പിന്തുടരുന്ന രീതികളിൽ അവർക്ക് അനുഭവിക്കാവുന്നത് തന്നെ വേറൊരു പേരിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. വ്യത്യസ്തമായിട്ട് ഇത് വ്യത്യസ്തമാണ്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒരു ദൈവത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത രക്ഷയെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. യേശു വ്യത്യസ്തനാണ്, യേശു എല്ലാവരേക്കാൾ ഉപരിയാണ്, യേശു ഏകരക്ഷകനാണെന്ന രീതിയിൽ പ്രസംഗിക്കുന്നതാണ് അവരെ വാസ്തവത്തിൽ ആകർഷിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. കോവിഡിൻ്റെ കാലത്ത് പിതാവിൻ്റെ പല വീഡിയോസും വൈറലായിരുന്നു. ചില വീഡിയോസൊക്കെ ഇങ്ങനെയും ഒരു ബിഷപ്പോ എന്നൊക്കെ പറഞ്ഞ്, പ്രത്യേകിച്ച് ഒരു വീടിൻ്റെ ഒക്കെ ഒരു കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട പിതാവ് ഒരു ബനിയനും പാൻറ്റൊക്കെ ഇട്ട് കമ്പിപ്പാരയൊക്കെ ഇട്ട് പണിയുന്ന വീഡിയോസ്. ഒപ്പം ഈ കോവിഡ് കാലഘട്ടത്തിൽ അതിഥി തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് പ്രദേശത്തെ പത്രങ്ങളൊക്കെ വാർത്തയായിരുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, താമസ സൗകര്യം ഒരുക്കുന്നു, അവരെ അതിർത്തി വരെ വാഹന സൗകര്യം ഒരുക്കുന്നു. ഒപ്പം വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, പിതാവ് ബിഷപ്പ് ഹൗസിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നു. പിതാവ് അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഈ ഒരു കരുതലിൻ്റെ ഒരു സുവിശേഷത്തിലേക്ക് കടന്നു വരാനിട എന്തെങ്കിലും സാഹചര്യമോ അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രത്യേകമായിട്ടൊരു സാഹചര്യം എനിക്ക് ഒരു സംഭവമായിട്ട് എടുത്ത് പറയാനില്ല. പക്ഷേ എൻ്റെ ബൈബിൾ വായനയാണ് ഇതിലേക്ക് എന്നെ നയിച്ചതെന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഞാൻ ബൈബിൾ വായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് വിവരിക്കാൻ അറിയില്ല. പക്ഷെ ഞാനൊരു പ്രത്യേക കാഴ്ചപ്പാടിലൂടെയാണ് ബൈബിൾ വായിക്കുന്നത്. ഒരു പത്രം വായിക്കുന്ന പോലെയോ നോവൽ വായിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ദൈവവചനമാണെന്ന് കരുതി മറ്റുള്ളവർ വായിക്കുന്ന പോലെ അല്ല ഞാൻ വായിക്കുന്നത്.
ഈ വചനം ഓരോന്നും എൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ ചിലത് എനിക്ക് പറ്റാതാകുമ്പോൾ ഞാൻ തന്നെ ഒരു വലിയ സംഘർഷം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ സംഘർഷത്തെയും ഞാൻ എൻ്റെ ബൈബിൾ വായനയുടെ വിഷയമാക്കുന്നു, വീണ്ടും വായിക്കുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാമത്തെ വചനമാണ്. അപ്പോൾ ഈശോയുടെ രീതിയെക്കുറിച്ചാണ് പറയുന്നത്. അവൻ എല്ലായിടത്തും ചുറ്റി സഞ്ചരിച്ചു, നിസ്സഹായരും ബലഹീനരും പരിഭ്രാന്തരും ഇടയനില്ലാത്ത ആളുകളെപ്പോലെ ചിതറിക്കപ്പെട്ടവരുമായ ജനത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി. അപ്പോൾ ഈശോയുടെ രീതി എന്ന് പറയുന്നത്, ഈശോ ലോകരക്ഷകനായിരുന്നു. പക്ഷേ ഈശോ മനുഷ്യൻ്റെ വിശപ്പിനോട്, മനുഷ്യൻ്റെ കണ്ണീരിനോട്, മനുഷ്യൻ്റെ രോഗത്തോട്, മരണത്തോടൊക്കെ വളരെ ക്രിയാത്മകമായിട്ട് പ്രതികരിച്ച ഒരാൾ. വിശക്കുന്ന മനുഷ്യരെ കണ്ടപ്പോൾ പറഞ്ഞു, ഇവർക്ക് ഭക്ഷണം കൊടുക്കാതെ പറഞ്ഞേക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അതുപോലെ കരയുന്നൊരു സ്ത്രീയെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് പറഞ്ഞു, നീ കരയരുത്, കാരണം അവളുടെ കണ്ണീര് ഈശോയെ ചലിപ്പിച്ചു. അതുപോലെ ലാസർ മരിച്ചപ്പോൾ ആ മരണം ഈശോയെ വേദനിപ്പിച്ചു. ഈശോ അവിടെ പോയി കരയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോകരക്ഷകനായിട്ട് പോലും മനുഷ്യൻ്റെ കണ്ണീരിനോട്, വിശപ്പിനോട്, രോഗത്തോട്, മരണത്തോട് വളരെ ക്രിയാത്മകമായിട്ട് പ്രതികരിച്ച ഈശോയെ അനുകരിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നു. അപ്പോൾ ഈശോ ഇതുപോലെയുള്ള പാവങ്ങളുടെ കൂടെയാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ ഈശോയെ കുറിച്ചിട്ട് അന്നത്തെ നാട്ടുകാർ പറഞ്ഞത്, നീ പാപികളുടെയും ചുങ്കക്കാരുടെയും കൂട്ടുകാരനാണെന്നാണ്. ഇന്ന് മെത്രാന്മാരെയും വൈദികരെയും സഭയും ഒക്കെ പൊതുസമൂഹവും വിശ്വാസ സമൂഹം കുറ്റപ്പെടുത്തുന്നത്, നിങ്ങൾ ഉന്നതരായവരുടെ കൂട്ടുകാരാണ്, നിങ്ങൾ സമ്പന്നരുടെ കൂട്ടുകാരാണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെയല്ലാതെ ഏത് ഈശോയെയാണോ നമ്മൾ അനുകരിക്കാൻ പരിശ്രമിക്കുന്നത്, ആ ഈശോയുടെ ജീവിതത്തിലുണ്ടായിരുന്ന ചില പ്രത്യേകതകൾ, അത് ഈ പ്രത്യേകതകളാണ്. പാവങ്ങളുടെ കൂടെ നിൽക്കുക, ചുങ്കക്കാരുടെ ഭക്ഷണം കഴിക്കുക, കുഷ്ഠരോഗിയുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക. ആ രീതി കുറച്ചെങ്കിലും എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഞാൻ പരിശ്രമിക്കുന്നു. അപ്പം ഞങ്ങളൊരു പാവപ്പെട്ട മനുഷ്യൻ്റെ വീട് കത്തിപ്പോയപ്പോൾ ഞാൻ മാത്രമൊന്നും ആയിരുന്നില്ല, അച്ഛന്മാരുണ്ടായിരുന്നു, യുവജനങ്ങളുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ പണിത് കൊടുത്ത ഏക വീടല്ല അത്, അതുപോലത്തെ പല വീടുകൾ ഞങ്ങൾ പണിത് കൊടുത്തിട്ടുണ്ട്. അതുമാത്രം വാർത്തയിൽ വന്നെന്ന് മാത്രം. അത് ഞങ്ങളുടെ ഒരു നിരന്തരമായൊരു ശൈലിയുടെ ഭാഗമാണ്. അതുപോലെ ഇന്നും ബിഷപ്സ് ഹൗസിൽ എല്ലാ ദിവസവും 150ഓളം പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 12 മണി സമയത്ത് കുറേ ആൾക്കാർ ബിഷപ്പ് ഹൗസിലേക്ക് വരും, ഏകദേശം 150ഓളം വരും. ഈ പാവപ്പെട്ട മനുഷ്യർ വരി നിന്ന് ചോറും പരിപ്പും വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ 3-4 പ്രാവശ്യമൊക്കെ ഈ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് ഭാഗങ്ങളിലും ഞങ്ങൾ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ വാസ്തവത്തിൽ ബിഷപ്പ് ഹൗസിൽ മാത്രമല്ല, വേറെ 2 സ്ഥലത്തും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി 2 സ്ഥലത്തും കൂടി കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ രൂപതയിലെ ഒരു പൊതുവായ പ്രവണതയാണ്. ഞങ്ങളുടെ അച്ഛന്മാർ ഈ കാര്യത്തിൽ വളരെ കരുതലുള്ളവരാണ്. ഇത് ഞങ്ങൾക്ക് കിട്ടിയത് സുവിശേഷത്തിൽ നിന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം പിതാവ്, ഈ യാത്രകൾ, നേരത്തെ പിതാവ് പറഞ്ഞു ദുർഘടമായ യാത്രകൾ, എത്തിപ്പെടാൻ സാധിക്കാത്ത മേഖലകൾ, വളരെ ഈ കഠിനമായ യാത്രകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് കാൽനടയായിട്ട്, അല്ലെങ്കിൽ അത്തരം ആ യാത്രാനുഭവങ്ങൾ, പ്രത്യേകിച്ച് മിഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും യാത്രാനുഭവങ്ങൾ പിതാവിനെ പങ്കുവെക്കാനുണ്ട്? യാത്രാനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ഗ്രാമങ്ങളിലൊക്കെ ഞങ്ങളുടെ വാഹനത്തിൽ എത്തിപ്പെടാൻ സാധിക്കും. പക്ഷെ ചില സ്ഥലത്ത് ഈ വാഹനങ്ങളിൽ പോകില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ 2020 കൊറോണ കാലത്തിൻ്റെ ഇടയിൽ തന്നെ ഒരു അച്ഛൻ ഒരു ഗ്രാമത്തിലേക്ക് പോയി. കുറച്ച് ആൾക്കാർ വന്ന് പറഞ്ഞു, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പെട്ടുകിടക്കുകയാണ്, ഞങ്ങൾക്ക് ഭക്ഷണമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അച്ഛൻ അവിടെ പോയി അന്വേഷിച്ച് നോക്കിയപ്പോൾ കാടിൻ്റെ ഉള്ളിലുള്ള ഒരു വില്ലേജ്, അടുത്തുള്ള ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് ദൂരം നടന്നു പോകണം. ഈ നടന്നു പോകുന്ന മണ്ണിട്ട് വഴിയാണ്. ഈ മണ്ണിട്ട് വഴിയിൽ 4 സ്ഥലത്ത് വലിയ ചാലുകളാണ്. അപ്പോൾ ഇവർക്ക് ഈ ഓരോ ചാലിലും കയറി ഇറങ്ങിയിട്ട് വേണം അവർ പോകാനായിട്ട്. അവരുടെ അടുത്ത് അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പോയിട്ട് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ വർഷമല്ലേ ലോക്ക്ഡൗൺ ഉള്ളൂ, ഞങ്ങൾക്ക് എല്ലാ വർഷവും ലോക്ക്ഡൗണാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു, മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അവർ വേദനയോട് കൂടി പറഞ്ഞത്, പ്രസവത്തിൻ്റെ സമയത്ത് സ്ത്രീകളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ സാധിക്കാറില്ല. പലരും ഈ കുണ്ടും കുഴിയിലൊക്കെ കയറി, കാളവണ്ടിയിലാണ് അവർ യാത്ര ചെയ്യുന്നത്. കാളവണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പലരും മരിച്ചു പോകാറുണ്ട്. ചിലപ്പോൾ കൊച്ചു മരിക്കും, ചിലപ്പോൾ അമ്മ മരിക്കും. അതുപോലെ പാമ്പ് കടി ഉണ്ടായി കഴിഞ്ഞാൽ, ഹൃദ്രോഗത്തോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ, അപ്പോൾ അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഭക്ഷണം തരുന്ന നല്ല കാര്യം, ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു, ഒരു വഴി ഉണ്ടാക്കി തരാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഞങ്ങളെ കൊണ്ട് അത് സാധിക്കില്ല, കാരണം നമ്മൾക്ക് പറ്റില്ല, സർക്കാരൊക്കെ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്.
അപ്പോൾ അവർ പറഞ്ഞു വഴി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാളവണ്ടി പോകാനുള്ളൊരു വഴി അത്ര ഉണ്ടാക്കിയാൽ മതി. അവസാനം ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചിട്ട് അച്ഛന്മാരും യുവജനങ്ങളും സിസ്റ്റേഴ്സും എല്ലാവരും കൂടി ഈ മണ്ണിട്ട വഴിയിൽ 4 സ്ഥലത്ത് ചാലുണ്ടായിരുന്നിടത്ത് വലിയ പൈപ്പുകൾ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ശ്രമദാനം നടത്തി ഒരു 15 ദിവസം എല്ലാ ദിവസവും കാലത്തോട്ട് വൈകുന്നേരം വരെ അവിടെ പോയി പണിത് മണ്ണിട്ട് കൊടുത്ത് ഈ വഴി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ജീവിതകാലം മുഴുവനും ഓർത്തിരിക്കും, കാരണം ഞങ്ങൾക്ക് ഒരിക്കലും പോകാൻ പാടില്ലെന്ന്. ഇവിടേക്കും അതിനു മുമ്പ് ആൾക്കാർ പോയി കിടന്ന് ട്രാക്ടറിലാണ്. ഞങ്ങളുടെ വണ്ടിയൊന്നും അങ്ങോട്ട് പോവില്ല, കാരണം ഇതിൽ ചെളിയും മണ്ണും ഉള്ളത് കൊണ്ട് വണ്ടി താഴ്ന്നു പോകും. ട്രാക്ടറിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ ഈ വഴി വന്നതിന് ശേഷം ഇപ്പോഴും മണ്ണിട്ട വഴി തന്നെയാണ്. പിന്നത്തെ മഴക്കാലത്ത് കുറച്ച് ഒലിച്ചു പോയി, പിന്നെയും വീണ്ടും മണ്ണിട്ട് അടിയിൽ പൈപ്പ് ഇട്ടത് കൊണ്ടും കുറച്ച് ഉറപ്പ് വരുത്തിയതുകൊണ്ടും അവർക്ക് പോകാൻ സാധിക്കും. ഈ ഒരു യാത്ര എന്നെ വളരെയധികം ഏറ്റവും വലിയൊരു സുവിശേഷ പ്രഘോഷണം അവിടെ നടത്തിയെന്നല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ അവരുടെ കൂടെ 15 ദിവസം അധ്വാനിച്ചു, മണ്ണ് കൊണ്ടുവന്നിട്ടു, വഴി ഉണ്ടാക്കി കൊടുത്തു. ആ വഴി അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ വഴി ഉണ്ടാക്കി തന്നത് വലിയ അനുഗ്രഹമായി, ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു. കേരളത്തിലൊരു സാഹചര്യം, ദേവാലയങ്ങളൊക്കെ വലിയ കെട്ടിടങ്ങൾ, വിശുദ്ധ കുർബാനയൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ കേരള സഭയിൽ വലിയ വിവാദങ്ങൾ നടക്കുന്നു. പിതാവ് പല പ്രസംഗങ്ങളിലും പിതാവിൻ്റെ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. അവിടുത്തെ ദേവാലയങ്ങളുടെ അവസ്ഥ, ചിലപ്പോൾ മരച്ചോട്ടിലായിരിക്കും കുർബാന അർപ്പിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ അൾത്താരയൊക്കെ മാറ്റി വേറെ സ്ഥലത്ത് കുർബാന അർപ്പിക്കേണ്ട ഒരു അവസ്ഥ. അവിടുത്തെ ദേവാലയങ്ങളുടെയും ഈ വിശുദ്ധ കുർബാന അർപ്പണമൊക്കെ ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ എങ്ങനെയാണ് പിതാവ്? ഞങ്ങളുടെ പല ദേവാലയങ്ങളും വളരെ മോശം രീതിയിൽ പണിത ദേവാലയങ്ങളാണ്. കാരണം സാമ്പത്തിക പരാധീനത കൊണ്ട് മുൻകാലങ്ങളിൽ പണിത ദേവാലയങ്ങളൊക്കെ പുതുക്കി പണിയേണ്ട സമയമായി. അവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറയുന്ന ഒരു തരം മണ്ണാണ്. ഈ മണ്ണ് വേനൽക്കാലത്ത് പൊട്ടും, വിണ്ടു കീറും. അപ്പോൾ നമ്മൾ ബെൽറ്റ് ഇട്ട് നല്ല രീതിയിൽ പണിതിട്ടില്ലെങ്കിൽ ഇത് പതുക്കെ ചുമരും അതിൻ്റെ അടിത്തറയൊക്കെ പൊളിയും. ആ പൊളിയിൽ ചുമരിലേക്ക് കിടക്കും, അത് മുകളിലത്തെ ഷീറ്റിനെ ബാധിക്കും. ഇങ്ങനെ ഞങ്ങളുടെ ഒരുപാട് പള്ളികൾ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ്. ഞാനൊരു 2 ആഴ്ച മുമ്പ് ഒരു പള്ളിയിൽ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ ബക്കറ്റ് വെച്ച് മടുത്തു, പള്ളിയിൽ വെള്ളം വീഴുന്നിടത്തൊക്കെ ബക്കറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. 15 ബക്കറ്റ് വെച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം കുർബാന ചൊല്ലിയത്. ചുരുങ്ങിയ പക്ഷം ഷീറ്റെങ്കിലും മാറ്റിത്തരാനായിട്ട് സഹായിക്കണം എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇപ്പോൾ മഴക്കാലം ഏകദേശം കഴിഞ്ഞല്ലോ, നമുക്ക് അടുത്ത വർഷം നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോന്നു. അപ്പോൾ അവിടുത്തെ ജനം ആഗ്രഹിക്കുന്നത് മഴയും വെയിലും കൊള്ളാതെ കുർബാന ചൊല്ലാനുള്ള ഒരു സ്ഥലം, വലിയ ദേവാലയമോ അല്ലെങ്കിൽ വളരെ മനോഹരമായ ഇതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ ജനമുണ്ട്, പക്ഷെ ദേവാലയമില്ല. ചിലയിടത്ത് നമ്മൾ കാണുന്നത് മനോഹരമായ ദേവാലയമുണ്ട്, ദൈവജനം കുറഞ്ഞു വരുന്നു. ഞങ്ങളുടെ അവസ്ഥ തിരിച്ചാണ്. ഞങ്ങൾക്ക് ദൈവജനം ഉള്ളിടത്ത് പോലും ദേവാലയം ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ചിലയിടത്ത് വീട്ടുമുറ്റത്ത് കുർബാന ചെല്ലുന്നു, ചിലയിടത്ത് ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് കുർബാന ചെല്ലുന്നു. ഇവിടെയൊക്കെയും അവരുടെ വീടുകളും നന്നായിട്ട് പണിത വീടുകളൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരു പ്രസംഗത്തിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മഴ പെയ്യുമ്പോൾ വെള്ളം കാസയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അൾത്താര മാറ്റിയിട്ട് കുർബാന ചെല്ലുന്ന സ്ഥലമുണ്ട്. ഇത് ഞാൻ ഒരു അതിശയോക്തിയായിട്ട് പറഞ്ഞ കാര്യമൊന്നുമില്ല, ഇതവിടെ സംഭവിക്കുന്ന കാര്യമാണ്. അച്ഛന്മാർ വളരെയധികം ശ്രമകരമായിട്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടെ രൂപതയിലെ 6 അച്ഛന്മാർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു വീടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ സൈഡിലത്തെ മുറിയിൽ അവർ പുതിയ സ്ഥലത്ത് പോയി വളരെ ശ്രമകരമായ ജോലി ചെയ്ത് അധ്വാനിച്ചാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത്. അവർക്കും സ്വന്തമായിട്ട് വീണത് കൊടുക്കുവാനോ കുർബാന ചെല്ലാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കാനോ രൂപതയുടെ ഇപ്പോഴത്തെ രീതിയിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അവിടുത്തെ ദേവാലയങ്ങളെ പുനരുദ്ധരിക്കുവാനോ ദേവാലയമില്ലാത്തടത്ത് ദേവാലയം പണിയുവാനോ ഞങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കും. കാരണം പള്ളി എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റിയാണ്. ഇപ്പം നമ്മൾ വിളിക്കുന്നത് അവൻ്റെ വീട്ടിലേക്ക് കുർബാനയ്ക്ക് വായോ, ഇവൻ്റെ വീട്ടിലേക്ക് കുർബാനയ്ക്ക് വായോ, അല്ലെങ്കിൽ ആ മരത്തിൻ്റെ വീട്ടിൽ കുർബാനയ്ക്ക് വായോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നത്. പക്ഷെ പള്ളിയിലേക്ക് കുർബാനയ്ക്ക് വായോ എന്ന് പറഞ്ഞ് വിളിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു പള്ളിയുണ്ട് എന്ന് പറയുന്നത് ജനത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പല സ്ഥലങ്ങളിലും ഇല്ല. അപ്പോൾ ഈ ദേവാലയങ്ങൾ പണിത് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ വേറൊരു രീതിയിലേക്ക്, പിന്നെ ഈ പള്ളി കണ്ടിട്ട് ഈ കുരിശ് കണ്ടിട്ട് ധാരാളം പേർ അന്വേഷിച്ച് വരാനും സാധ്യതയുണ്ട്. ഞങ്ങൾ പള്ളി പണിത് പല സ്ഥലങ്ങളിൽ ഇതുണ്ടായിട്ടുണ്ട്. ഈ കുരിശ് കണ്ടിട്ട് അവർ പറഞ്ഞു, ഇവിടെ പള്ളി ഉണ്ടല്ലേ, കുരിശ് കണ്ടിട്ട് ഞങ്ങൾ വന്നാണെന്ന് പറഞ്ഞ് അന്വേഷിച്ച് വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദേവാലയങ്ങളുടെ പണി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷകളിലൊന്നാണ്.
പിതാവ്, കേരള സഭ നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് സീറോ മലബാർ സഭ അനൈക്യത്തിൻ്റെ വിഷയങ്ങൾ വരുന്നു. പ്രത്യേകിച്ച് പല മേഖലകളിൽ നിന്നും സഭയിലേക്ക് ഒരു അറ്റാക്ക് നടക്കുന്നു. മാധ്യമ മേഖലയിൽ നിന്ന്, സാംസ്കാരിക മേഖലയിൽ നിന്ന്. ഒരു യഥാർത്ഥ മിഷണറി ചൈതന്യത്തിൽ നിന്നും സഭ വ്യതിചലിച്ച് പോകുന്നതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ സഭയിലേക്ക് കയറിക്കൂടുന്നത്? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കാർക്ക് 9:16 പറയുന്നുണ്ട്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു എങ്കിൽ എനിക്കതിൽ അഭിമാനിക്കൊന്നുമില്ല, അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിലോ എനിക്ക് ദുരിതം. അപ്പോൾ ഇന്ന് നമ്മുടെ സഭയിൽ കാണുന്ന പല ദുരിതങ്ങൾക്കും കാരണം നമ്മൾ സുവിശേഷം പ്രഘോഷിക്കാത്തതാണ്. ഒരു സഭ എന്ന നിലയ്ക്ക് സുവിശേഷം പ്രഘോഷിക്കുന്നില്ലെങ്കിൽ സഭയ്ക്ക് ദുരിതം. ഒരു രൂപത സുവിശേഷം പ്രസംഗിക്കുന്ന രൂപതയ്ക്ക് ദുരിതം. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കാത്തത് കൊണ്ട് നമ്മുടെ വൈദികരുടെ ബലം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസികളുടെ ബലം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഊർജം, നമ്മുടെ സമയം ഒന്നും നമ്മൾ സുവിശേഷം പ്രഘോഷിക്കാൻ ഉപയോഗിക്കാത്തത് കൊണ്ടും കൂടിയാണ് ഈ ദുരന്തം ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുവിശേഷം പ്രഘോഷിക്കാത്ത സഭ മരിച്ച സഭയാണ്. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമാണെന്ന്. സുവിശേഷം പ്രഘോഷിക്കാത്ത സഭയും നിർജ്ജീവമാണ്. സുവിശേഷം പ്രഘോഷിക്കാത്ത രൂപതയും നിർജ്ജീവമാണ്. അപ്പോൾ സുവിശേഷം പ്രഘോഷിക്കാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈ നമ്മുടെ റിസോഴ്സസ്, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ, നമ്മുടെ പണം, നമ്മുടെ സമയം നമ്മൾ ഒഴുക്കുന്നില്ല എങ്കിൽ, കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും, അവിടെ ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ സുവിശേഷം പ്രഘോഷിക്കുക എന്നതും ഈ സഭ പുറത്തേക്ക് പോകാൻ പരിശ്രമിക്കുക എന്നതും ഈ പ്രശ്നത്തിൻ്റെ പരിഹാരമായിട്ട് ഞാൻ കാണുന്ന കാര്യമാണ്. പക്ഷേ ഇത് ഉടനെയുള്ളൊരു പരിഹാരമായിരിക്കില്ല. പക്ഷേ യഥാർത്ഥ പരിഹാരം ഇതിൽ മാത്രമേ നടക്കുള്ളൂ. ഉടനെയുള്ള പരിഹാരത്തിന് മറ്റു പല കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കേണ്ടി വരും. പക്ഷേ യഥാർത്ഥമായ പരിഹാരം സംഭവിക്കണമെങ്കിൽ, നമ്മുടെ സഭ വളരണമെങ്കിൽ ഈ മാറ്റം ഉണ്ടാകണം. ഒരു കാലത്ത് സഭയെ ഏറ്റവും കൂടുതൽ കാനൻ നിയമത്തിൽ ആശ്രയിച്ച് ഉയർന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് സഭ ആരാധനക്രമത്തെക്കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ വാസ്തവത്തിൽ കാനൻ നിയമത്തെക്കാളും ആരാധനക്രമത്തെക്കാളും വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. കാരണം ഈ കാനൻ നിയമത്തിൻ്റെയും ആരാധനക്രമത്തിൻ്റെയും ഉറവിടം വചനമാണ്. അപ്പോൾ വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വചനത്തിൽ ജീവിക്കുന്ന, വചനത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സഭ വരുവാണെങ്കിലാണ് യഥാർത്ഥ സഭയുടെ മുഖം ലോകത്തിന് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സഭയുടെ ഏറ്റവും ആദ്യത്തെ ഉത്തരവാദിത്തം സുവിശേഷം പ്രഘോഷിക്കുകയാണ്. സുവിശേഷം പ്രഘോഷിക്കുന്ന ആ ആദ്യത്തെ ഉത്തരവാദിത്തം ചെയ്യാനായിട്ട് സഭ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പ്രശ്നങ്ങൾ കുറേ ഒതുങ്ങും. ഇന്ന് ദൈവജനം വിശുദ്ധ കുർബാന കിട്ടാതെ കഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ ഭാരതത്തിൽ പലയിടത്തും ഉണ്ട്. ഇനിയും സുവിശേഷം കേൾക്കാൻ തയ്യാറുള്ള ജനം പലരും ഉണ്ട്. അപ്പോൾ സുവിശേഷം കേൾക്കാത്ത ബഹുഭൂരിപക്ഷം വരുന്ന ജനത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ സുവിശേഷം കേട്ടിട്ടുള്ളവരോടും മാത്രം സുവിശേഷം പ്രസംഗിച്ച് അവരുടെ ആധ്യാത്മിക കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നമ്മൾ പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നൊരു കാര്യം അതാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനം 15-20 പറയുന്നുണ്ട്, ഞാൻ മറ്റാരോ പണിത അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിനെ കുറിച്ച് അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കാൻ അത്യുത്സാഹം കാണിച്ചു. നമുക്കറിയാം, ലോക ജനസംഖ്യയുടെ 1/6 ഇന്ത്യയിലാണ്. അത്രയും വലിയ ഇന്ത്യയിൽ സുവിശേഷം സ്വീകരിക്കാത്തവർ ഏകദേശം 97% പേരുണ്ട്. കോടിക്കണക്കിന് ജനം. അപ്പോൾ ഈ കോടിക്കണക്കിന് ജനം സുവിശേഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ സുവിശേഷം കേൾക്കാത്തൊരു സ്ഥലത്ത് സുവിശേഷം കേട്ടിട്ടുള്ള 2-3% ഉള്ളിൽ നിന്ന് നമ്മൾ അവർക്ക് മാത്രം സുവിശേഷം പ്രഘോഷിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് യഥാർത്ഥ രീതിയല്ല എന്ന് ഞാൻ കരുതുന്നു. സുവിശേഷം പ്രഘോഷിക്കാത്ത സ്ഥലങ്ങളിലേക്ക് പോകുവാനും സഭയ്ക്ക് ഒരു പ്രേക്ഷിത ചൈതന്യം വരുവാനും കാരണമായാൽ ഇന്നത്തെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലാം താത്കാലികമായ പരിഹാരങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നു. പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ചുള്ള പിതാവിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? പിതാവിൻ്റെ വാക്കുകൾ തന്നെ ഞാൻ കടമെടുക്കുകയാണെങ്കിൽ, ഈ ഞായറാഴ്ചകളിൽ മാത്രം ദൈവജനം കേൾക്കേണ്ട ഒരു സ്വരമാണോ പുരോഹിതരുടേത്? ഇപ്പോഴത്തെ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം വലിയ വിശ്വാസ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുരോഹിതർക്ക് ഈ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാൻ എത്രമാത്രം വലിയൊരു റോളുണ്ട് സഭയിൽ? ഈ കാര്യത്തിൽ ഞാൻ ജോർജ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണത്. ഞാനെപ്പോഴും വൈദികരോട് പറയാറുള്ളത്, എന്നോട് തന്നെ പറയാറുള്ളൊരു കാര്യമാണ്. എന്നെ ജനത്തിൻ്റെ പക്കലേക്കാണ് അയച്ചിരിക്കുന്നത്, ജനത്തെ എൻ്റെ പക്കലേക്കല്ല അയച്ചിരിക്കുന്നത്. അപ്പോൾ ജനം വരുന്നതും കാത്ത് ഞാൻ പള്ളിമുറിയിലിരിക്കാൻ പാടില്ല. പള്ളിമുറിയിലിരിക്കാനല്ല എന്നെ തമ്പുരാൻ വിളിച്ചിരിക്കുന്നത്, ജനത്തെ അന്വേഷിച്ചിറങ്ങാനാണ് വിളിച്ചിരിക്കുന്നത്. മോശയെ വിളിച്ചിട്ട് കർത്താവ് പറഞ്ഞത്, നീ ജനത്തിൻ്റെ അടുത്തേക്ക് പോകണം. ജെറമ്യയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ജനത്തിൻ്റെ അടുത്തേക്ക് പോകണം. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോകണം.
അപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുക, നിങ്ങൾ കാത്തിരിക്കുക, അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇന്ന് കത്തോലിക്ക സഭയിൽ കാത്തിരുന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു രീതിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ കാത്തിരുന്ന് ശുശ്രൂഷ ചെയ്യേണ്ടവരല്ല നമ്മൾ, അന്വേഷിച്ചിറങ്ങി ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. അങ്ങനെ അന്വേഷിച്ചിറങ്ങി ജനത്തിൻ്റെ ഇടയിൽ ജീവിച്ച് നമ്മുടെ സ്വരം അവർക്ക് സുപരിചിതമാവണം. യോഹന്നാന്റെ സുവിശേഷം 10:3 വചനങ്ങളിലാണ് ഈശോ പറയുന്നത്, ഇടയന്റെ സ്വരം അറിയുന്നത് കൊണ്ടാണ് ആളുകൾ ഇടയനെ അനുഗമിക്കുന്നത്. ഇടയന്റെ സ്വരം അറിയില്ലെങ്കിൽ ആളുകൾ ഓടിപ്പോകും. കാരണം അപരിചിതന്റെ സ്വരം ഒരിക്കലും ആളുകൾ അനുഗമിക്കുന്നില്ല. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയാറുള്ളത്, നമ്മുടെ സ്വരം സുപരിചിതമാണോ അപരിചിതമാണോ? നമ്മുടെ സ്വരം ഞായറാഴ്ച പള്ളിയിൽ മാത്രം കേൾക്കുന്ന സ്വരമാണെങ്കിൽ അത് അപരിചിതമായ സ്വരമാണ്, അത് സുപരിചിതമായ സ്വരമല്ല. ഈ സ്വരം എപ്പോഴാണ് സുപരിചിതമാകുന്നത്? സുപരിചിതമാകുന്നത് ജനം വേദനിക്കുന്ന സമയത്ത് അവൻ്റെ കുടുംബത്തിൽ ഈ സ്വരം അവർ കേൾക്കാൻ സാധിക്കണം. അവൻ സർക്കാർ ആശുപത്രിയിൽ കിടന്ന് വേദനിക്കുന്ന സമയത്ത്, അവൻ കണ്ണീരോടുകൂടെ ജീവിക്കുന്ന സമയത്ത് വൈദികൻ്റെ സ്വരം അവരുടെ വീട്ടിൽ കേൾക്കാൻ സാധിക്കണം. അവൻ വഴിയരികിലാണെങ്കിൽ അവിടെ കേൾക്കണം, അവൻ സർക്കാർ ആശുപത്രിയിലാണ് അവിടെ കേൾക്കണം, അവൻ്റെ തകർച്ചകളിൽ കേൾക്കാൻ സാധിക്കണം. അങ്ങനെ അവൻ്റെ വേദനകളിലും കഷ്ടപ്പാടുകളിലും രോഗാവസ്ഥയിലും ഈ സ്വരം കേൾപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ദൈവജനം വൈദികൻ്റെ സ്വരത്തെ തിരിച്ചറിയും. ഞായറാഴ്ച പള്ളിയിൽ പ്രസംഗത്തിനും അറിയിപ്പിനും മാത്രം കേൾക്കുന്ന ഒരു സ്വരമാണെങ്കിൽ ദൈവജനം ഈ വൈദികൻ്റെ സ്വരത്തെ അനുഗമിക്കില്ല. വൈദികരോ മെത്രാന്മാരോ ആഹ്വാനം ചെയ്താലും ജനം ആവേശം കൊള്ളില്ല. ജനം ആവേശം കൊള്ളണമെങ്കിൽ ജനത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഈ സ്വരം മാറണം. എൻ്റെ സ്വരം എൻ്റെ ജനം കേൾക്കേണ്ടത് ഞാൻ വല്ലപ്പോഴും എഴുതുന്ന ഒരു ഇടയലേഖനം വായിക്കുമ്പോഴോ പള്ളിയിൽ പോകുമ്പോഴല്ല, അവരുടെ വേദനയുടെ സമയത്ത്, അവരുടെ രോഗങ്ങളിൽ, അവരുടെ കഷ്ടപ്പാടുള്ള സമയത്ത് ഈ സ്വരം കേൾക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ ആദിലാബാദ് രൂപതയിലെ എല്ലാ കുടുംബങ്ങളും സന്ദർശിക്കുന്ന ഒരു പ്ലാനോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ വീടുകളിൽ, അവരായിരിക്കുന്ന സ്ഥലത്ത്, അവർ അധ്വാനിക്കുന്ന സ്ഥലത്ത്, അവർ കഷ്ടപ്പെടുന്ന സ്ഥലത്ത്, പരുത്തിപ്പാടങ്ങളിൽ അവരുടെ കൂടെ പോകാൻ ഞാൻ പരിശ്രമിക്കാറുണ്ട്. അങ്ങനെ ആദിലാബാദ് രൂപതയിലെ 80% വീടുകളും ഞാൻ വ്യക്തിപരമായിട്ട് സന്ദർശിച്ചു കഴിഞ്ഞു. കൊറോണ വന്നതുകൊണ്ട് എനിക്ക് ഒരു 20% വീടുകളിലേക്ക് സന്ദർശിക്കാൻ സാധിച്ചില്ല. 80% വീടുകൾ സന്ദർശിച്ചു കഴിഞ്ഞു. ഇനി 20%-ഓളം വീടുകളാണ് എനിക്ക് സന്ദർശിക്കാനുള്ളത്. അത് ഞാനിപ്പോൾ വീണ്ടും തുടങ്ങി. കാരണം അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ വീടുകളിൽ എൻ്റെ സ്വരം അവർ കേൾക്കണം. അപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇടയനാകുന്നത്. പള്ളിയിൽ മാത്രം കേൾക്കുന്ന ഒരു സ്വരമാണെങ്കിൽ ഞാൻ യഥാർത്ഥ ഇടയനല്ല. എൻ്റെ സ്വരം അവർക്ക് കേൾക്കാൻ സാധിക്കില്ല. എൻ്റെ സ്വരം അവർക്ക് സുപരിചിതം അല്ല. അപ്പോൾ എൻ്റെ സ്വരത്തെ സുപരിചിതമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ എൻ്റെ സ്വരം കേൾപ്പിക്കാൻ ഞാൻ പരിശ്രമിക്കാറുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. പിതാവ് ആദിലാബാദ് രൂപത അനുഭവങ്ങളെക്കുറിച്ച് പങ്കുവച്ചപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, വളരെയധികം ദയനീയമായ അല്ലെങ്കിൽ വളരെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ കർത്താവ് കരം പിടിച്ച് ഉയർത്തുന്നു. ശരിക്കും പിതാവ്, നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ ഈ മിഷൻ രൂപതകളിൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് യഥാർത്ഥ ഒരു മിഷൻ എക്സ്പീരിയൻസ്? ഒരു മിഷണറിയുടെ ദൗത്യം എന്താണ്? അതൊക്കെ ഒരു ചെറുപ്പം മുതലേ ഒരു അറിഞ്ഞ് വളരേണ്ടവരല്ലേ? ഞാൻ ചോദിക്കാൻ കാരണം, പ്രത്യേകിച്ച് നമ്മുടെ വേദപാഠ പരിശീലനത്തിലൊക്കെ കൃത്യമായ ഒരു മിഷൻ അനുഭവങ്ങൾ, മിഷൻ രൂപതകളെക്കുറിച്ച്, മിഷണറികൾ സഹിക്കുന്ന ത്യാഗങ്ങളെക്കുറിച്ചൊക്കെ, അതുകൊണ്ടൊരു കാലോചിതമായ ഒരു പരിഷ്കരണം നമ്മുടെ വേദപാഠ പരിശീലനത്തിലൊക്കെ വരേണ്ടതല്ലേ? തീർച്ചയായും. ഈ പ്രേക്ഷിത ചൈതന്യം കുട്ടികൾക്ക് ചെറുപ്പത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അവരെ സ്വാധീനിക്കും, അത് അവരുടെ ഉള്ളിൽ നിലനിൽക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മുടെ പരിശീലനം ബുദ്ധിപരമായ പരിശീലനമായി മാറുന്നു. ചില കാര്യങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നു, അത് പരീക്ഷയ്ക്ക് പറയുന്നു, അത് അവരുടെ ഹൃദയത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു പരിശീലനമാണ് നമുക്ക് ആവശ്യം. വിശ്വാസം അവരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന, എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇറങ്ങണം. ഓരോ രക്തത്തുള്ളിലും ഈ വിശ്വാസം ഇറങ്ങണം. തലയിൽ കുറച്ച് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് മാത്രം വിശ്വാസമാവില്ല. ഇപ്പം നമ്മുടെ പാഠപുസ്തകങ്ങൾ കുറച്ച് വിവരങ്ങൾ കൊടുക്കുന്ന ഒരു പാഠപുസ്തകങ്ങളാണ് പലപ്പോഴും. പ്രായോഗികമായ വിശ്വാസ പരിശീലനം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, നേരത്തെ ജോർജ് പറഞ്ഞതുപോലെ മിഷൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന വേദികൾ. ഇപ്പം നമ്മൾ മിഷൻ ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലേലം വിളിക്കും, കുറച്ച് കവർ കൊടുക്കും, അതിൽ നമ്മുടെ മിഷൻ ഞായറാചരണം നിന്ന് പോവുക. പക്ഷെ മിഷണറിമാർ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ഒരു മിഷൻ പ്രദേശങ്ങളിൽ പോയി കാണുന്നത് ഒക്കെ ഈ മിഷൻ ചൈതന്യം വളർത്താനായിട്ട് സഹായിക്കും. അത് അവരുടെ ഹൃദയത്തെ സ്പർശിക്കും. മറ്റത് നമ്മൾ പലയിടത്തുനിന്നും കേൾക്കുന്ന ചില വിവരങ്ങളായിട്ട്, വാർത്തകളായിട്ട് തലയിൽ ഒതുങ്ങി നിൽക്കുകയുള്ളൂ. അപ്പോൾ മിഷണറിമാരുടെ ജീവിതങ്ങൾ അവതരിപ്പിക്കുക. ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ജീവചരിത്രമാണ് ഫാദർ ഡാമിയൻ്റെ ജീവചരിത്രം. എന്നെ മാത്രമല്ല, ഒരുപാട് പേരുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് ഫാദർ ഡാമിയൻ്റെ. ഇതുപോലെയുള്ള ജീവിതങ്ങളെ പരിചയപ്പെടുത്തുന്നത്
കുട്ടികളിൽ മിഷൻ ചൈതന്യം വളർത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് മിഷണറിമാരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷിത പ്രദേശങ്ങൾ കാണുക. നമ്മൾ പലപ്പോഴും വിനോദയാത്ര നടത്താറുണ്ട്, തീർത്ഥയാത്ര നടത്താറുണ്ട്, പക്ഷെ പ്രേക്ഷിത യാത്ര നടത്താറില്ല. വിനോദയാത്ര പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത് പീച്ചി മലമ്പുഴയൊക്കെ ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോൾ എല്ലാവരും കാശ്മീർ, ഡൽഹിയൊക്കെ പോകുന്നത്. അപ്പോൾ 3-4 ദിവസത്തെ വിനോദയാത്ര നടത്തും, തീർത്ഥയാത്ര നടത്തും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രേക്ഷിത യാത്ര. അപ്പോൾ പ്രേക്ഷിത യാത്ര ഈ വേദപാഠ വിദ്യാർത്ഥികൾ, വേദപാഠ അധ്യാപകർ അതിനോട് ബന്ധപ്പെട്ടവർ നടത്തുകയാണെങ്കിൽ വലിയൊരു തുറവി കിട്ടുകയും അവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിതാവ് വളരെ ചെറുപ്പമാണ്. ഇപ്പോൾ ഒരു 25 വർഷം കഴിയുമ്പോൾ ആദിലാബാദ് രൂപത എങ്ങനെയായിരിക്കണമെന്നാണ് പിതാവിൻ്റെ സ്വപ്നം? ഒപ്പം തന്നെ രൂപതയുടെ ഒരു പ്രധാന ശക്തി എന്താണ് പിതാവ്? ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ എല്ലാ രൂപതകളുടെയും പേരെടുത്തിട്ട് ക്രമത്തിൽ കൊണ്ടുവരുവാണെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ ആദിലാബാദ് രൂപതയാണ് ഏറ്റവും ആദ്യത്തെ രൂപത. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യയിലെ ഫസ്റ്റ് രൂപതയാണ് ആൽഫബറ്റിക് ഓർഡറിൽ. അപ്പം ഞാൻ ആദിലാബാദ് രൂപതയെക്കുറിച്ച് കാണുന്ന സ്വപ്നം 25 വർഷം കഴിയുമ്പോൾ ആദിലാബാദ് ദ ബെസ്റ്റ് രൂപതയാവണം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉത്തമമായ ഒരു രൂപതയായിട്ട് ആദിലാബാദ് രൂപത വളരണം. ഇതാണ് ഞങ്ങളുടെ സ്വപ്നം. ഇതാണ് ഞാൻ അവിടുത്തെ ജനങ്ങളോടും മിഷണറിമാരോടും പറഞ്ഞിട്ടുള്ളത്. ബെസ്റ്റ് രൂപത അല്ലെങ്കിൽ ഉത്തമമായ രൂപത എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വലിയ പ്രസ്ഥാനങ്ങളോ ഉള്ള രൂപത എന്നല്ല, അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ശേഷിയുള്ള രൂപത എന്നല്ല. വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, വചനത്തിൽ ഉറച്ചു ജീവിക്കുന്ന, വചനം പ്രഘോഷിക്കുന്ന ശക്തമായ വിശ്വാസി സമൂഹങ്ങളെ ഉണ്ടാക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ ഒരു സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയാറുണ്ട്, ഇന്ന് ആദിലാബാദ് രൂപത ഒരു മിഷൻ ഡയസസ് ആണ്. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളൊരു മിഷണറി ഡയസസ് ആയിട്ട് മാറണം. എന്ന് പറഞ്ഞാൽ രൂപതയ്ക്ക് പുറത്ത് സുവിശേഷം പ്രഘോഷിക്കുന്ന രീതിയിലേക്ക് നമ്മൾ വളരണം. അങ്ങനെ ഒരു ബോധ്യത്തോടു കൂടിയാണ് അവിടുത്തെ യുവജനങ്ങളെയും ജനങ്ങളെയും രൂപപ്പെടുത്താൻ പരിശ്രമിക്കുന്നത്. അവർ ഈ കാര്യത്തിൽ വളരെയധികം ബോധ്യമുള്ളവരുമാണ്. എൻ്റെ ഏറ്റവും വലിയ ശക്തി, അല്ലെങ്കിൽ ആദിലാബാദ് രൂപതയുടെ ഏറ്റവും വലിയ ശക്തി പറയുന്നത് അവിടുത്തെ വൈദിക കൂട്ടായ്മ വളരെ മാതൃകപരമായ വൈദിക കൂട്ടായ്മയാണ്. വളരെ തീഷ്ണമതികളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരാണ്, വളരെ വിശ്വസ്തരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അവരാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. പിന്നത്തെ ബലം ദൈവജനം വിശ്വാസത്തിന് വില കൊടുക്കുന്നവരാണ്, വിശ്വാസം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്തിനാണ് മാമോദിസ സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ സുവിശേഷം പ്രഘോഷിക്കാനാണ് മാമോദിസ സ്വീകരിച്ചത് എന്ന് പറയുന്ന വിശ്വാസികളാണ് ആദിലാബാദ് രൂപതയുടെ ഏറ്റവും വലിയ ബലം. അവരെ ആ രീതിയിലേക്ക് മാറ്റുകയും ഈ മിഷൻ ഡയസസിനെ ഒരു മിഷണറി ഡയസസ് ആക്കി മാറ്റുകയും ആദിലാബാദ് രൂപതയെ ഇന്ത്യയിലെ തന്നെ ഉത്തമമായ രൂപതയാക്കി മാറ്റുകയും എന്നതാണ് എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ രൂപതയുടെ ഒരു സ്വപ്നം. അവസാനമായി പിതാവ്, ഒരു മിഷണറി എഡയൻ എന്ന നിലയിൽ ഷെക്കിന ന്യൂസിൻ്റെ പ്രേക്ഷകരോട് പിതാവിന് പറയാനുള്ളത് എന്താണ്? എനിക്ക് പറയാനുള്ളത്, സുവിശേഷ പ്രവർത്തനമാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. പലരും ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് ചോദിച്ചാൽ സ്നേഹത്തിൻ്റെ കൽപ്പനയെക്കുറിച്ച് പറയും, ക്ഷമയുടെ കൽപ്പനയെക്കുറിച്ച് പറയും. പക്ഷെ വാസ്തവത്തിൽ ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 16-15 നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം. എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാകുന്നത്? ഇത് ഈശോ ഈ കൽപ്പന കൊടുത്ത പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. പുനരുത്ഥാനത്തിന് ശേഷം പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങി പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് പറഞ്ഞാണ്. ഈ ഭൂമിയിലെ ഈശോയുടെ അവസാന വാക്കുകളാണ്. നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ അന്ത്യാഭിലാഷമാണ്. ഈശോയുടെ അന്ത്യാഭിലാഷമാണത്. നമ്മുടെ മാതാപിതാക്കളുടെ അന്ത്യാഭിലാഷത്തിന്, സഭാസ്ഥാപകരുടെ അന്ത്യാഭിലാഷത്തിന്, അല്ലെങ്കിൽ വലിയ നായകന്മാരുടെ അന്ത്യാഭിലാഷത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കും. കാരണം അവർ അവസാനം പറയുന്നത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമായിരിക്കും. അപ്പോൾ ഈശോയുടെ അന്ത്യാഭിലാഷമാണത്. ഈശോ എല്ലാവരെയും വിളിച്ചു കൂട്ടി അവസാനം പോകുന്നതിന് മുമ്പ് അവസാനം പറഞ്ഞത് നിങ്ങൾ സ്നേഹിക്കുമെന്നല്ല, ഈശോ പറഞ്ഞത് നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കണമെന്നാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. ഇനി ഈ സുവിശേഷം എന്താണ്? സുവിശേഷം എല്ലാ കൽപ്പനകളുടെയും ആകത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 28-19-20 വചനങ്ങൾ ഈശോ അതിനെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക. അപ്പോൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അതിൽ സ്നേഹത്തിൻ്റെ കൽപ്പനയുണ്ട്, ക്ഷമയുടെ കൽപ്പനയുണ്ട്, എല്ലാ കൽപ്പനകളുണ്ട്. അപ്പോൾ സുവിശേഷമാണ് നമ്മൾ പ്രഘോഷിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ കൽപ്പനകളും അവരെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 കാരണങ്ങൾ കൊണ്ട്, ഇത് അന്ത്യാഭിലാഷമായതുകൊണ്ടും സുവിശേഷം എല്ലാ കൽപ്പനകളുടെ ആകത്തുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്, സുവിശേഷ പ്രഘോഷണമാണ് ഈശോ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. ഇത് ഈശോയുടെ അന്ത്യാഭിലാഷമാണ്. ഈ അന്ത്യാഭിലാഷം നിറവേറ്റാൻ നമ്മൾ ഓരോരുത്തരും സഹായിക്കണം. പ്രത്യേകിച്ച് ഷെക്കീന TV ഈ കാലഘട്ടത്ത് തമ്പുരാൻ എടുത്തുപയോഗിക്കുന്ന വലിയൊരു ശുശ്രൂഷയായിട്ട് ഞാൻ കരുതുന്നു. ഈ TV-യിലൂടെ അനേകർ സുവിശേഷം കേൾക്കാൻ ഇടയായിട്ടുണ്ട്, ഇനിയും ഇടയാകും. ഇതിൻ്റെ പരിശ്രമങ്ങളിൽ പ്രാർത്ഥനയും സഹകരണങ്ങളും ഷെക്കീന TV-ക്ക് ആവശ്യമുണ്ട്. അതുപോലെ എല്ലാ പ്രേക്ഷകരും
എന്തെങ്കിലും ഒന്ന് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ചെയ്യാനായിട്ട് പരിശ്രമിക്കണം. നമ്മൾ സീറോ മലബാർ വിശുദ്ധ കുർബാനയിൽ ചൊല്ലുന്ന ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. നൂറ്റാണ്ടുകളായി നമ്മൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന. ഈ ഭൂമിയിൽ ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവം ഒരൊറ്റ രക്ഷകനായിട്ടുള്ള അത് യേശുവാണ്. യേശുവാണ് ഏകരക്ഷകൻ. ഇത് ഭൂവാസികൾ മുഴുവൻ അറിയണം. ഇതാണ് നമ്മുടെ സ്വപ്നം. ഇതെല്ലാ വിശുദ്ധ കുർബാനയിലും നമ്മൾ ചൊല്ലുന്നുണ്ട്. എന്നിട്ട് ഇത് ഭൂവാസികളെ അറിയിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭൂവാസികളുടെ കാര്യം പോയിട്ട് അയൽവാസികളെങ്കിലും അറിയിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എല്ലാവരും പ്രേക്ഷിതരാണ്. വൈദികരോ സന്യസ്തരോ മാത്രമല്ല, എല്ലാ വിശ്വാസികളും പ്രേക്ഷിതരാണ്. കാരണം സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി ലഭിക്കുന്നത് തിരുപ്പട്ടത്തിലൂടെയല്ല. സുവിശേഷം പ്രഘോഷിക്കാൻ വിളി ലഭിക്കുന്നത് സന്യാസ ജീവിതത്തിലൂടെയല്ല. സുവിശേഷം പ്രഘോഷിക്കാൻ ദൈവവിളി ലഭിക്കുന്നത് മാമോദീസിലൂടെയാണ്. അതുകൊണ്ട് മാമോദീസ് സ്വീകരിച്ച എല്ലാവരും പ്രേക്ഷിതരാണ്. വിശ്വാസികൾ എല്ലാവരും സുവിശേഷം പ്രഘോഷിക്കണം. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സുവിശേഷം പ്രഘോഷിച്ചത് അപ്പോസ്തലന്മാർ മാത്രമല്ല, ചിതറിക്കപ്പെട്ട വിശ്വാസികൾ ചെന്നിടത്തെല്ലാം സുവിശേഷം പ്രഘോഷിച്ചു എന്നാണ് അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 4-ാമത്തെ വചനം. ആ വിശ്വാസികൾ അപ്പോസ്തലന്മാരായിരുന്നില്ല, സാധാരണ വിശ്വാസികളായിരുന്നു. ഇവർ പോയി സുവിശേഷം പ്രഘോഷിച്ചു, ഇവരവർക്ക് മാമോദീസ് കൊടുത്തു. പിന്നീട് നാളുകൾ കഴിഞ്ഞിട്ടാണ് അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 14 മുതൽ വചനങ്ങളിൽ പത്രോസ് യോഹന്നാനും പോയി അവർക്ക് പരിശുദ്ധാത്മാവിന് കൊടുക്കുന്നത്. അതുവരെയുള്ളത് ചെയ്തത് അൽമായരാണ്. അപ്പോൾ അവിടെ ഈ മനോഹരമായൊരു അധ്യായമാണ് അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് സഭയുടെ കൂട്ടായ പ്രവർത്തനമാണ്. അത് മെത്രാന്മാരുടെയും വൈദികരുടെയും മാത്രം പ്രവർത്തനമല്ല, അൽമാരുടെയും പ്രവർത്തനമല്ല. അൽമാര് പോകുന്നു, വഴി ഒരുക്കുന്നു, അവരെ സുവിശേഷം അറിയിക്കുന്നു. പിന്നീട് അപ്പോസ്തലന്മാര് പരിശുദ്ധാത്മാവ് നൽകുന്നു. അപ്പൊ മുഴുവൻ സഭയും സുവിശേഷ പ്രവർത്തനത്തിൽ അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു സഭ ഉണ്ടാകട്ടെ എന്നതാണ് എൻ്റെ സ്വപ്നം. സഭ മുഴുവൻ, സഭയുടെ ഇടയന്മാരും സഭാമക്കളും സുവിശേഷ പ്രവർത്തനത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ച് സഭയുടെ കൂട്ടായ്മ പ്രവൃത്തിയാക്കി സഭയ്ക്കൊരു പുതിയ മുഖം കൊടുത്ത് സുവിശേഷ പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭയാക്കി മാറ്റാൻ സാധിക്കട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ സ്വപ്നവും. ഈ പരിശ്രമത്തിൽ ഈ പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ ചെയ്യുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആശംസയും. തീർച്ചയായും പിതാവെ, പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് ആദിലാബാദ് രൂപതയെക്കുറിച്ചുള്ള പിതാവിൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കർത്താവായ ഈശോ സാക്ഷാത്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും പിതാവെ. നന്ദി പിതാവ്. വളരെ നന്ദി. താങ്ക് യു.